നിയമസഭാ സീറ്റിനു പകരമായി പാർട്ടി നൽകിയ പിന്നോക്കക്ഷേമ കമ്മീഷൻ അംഗത്വം നിരസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ടാൽ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇതാണ് സ്ഥാനം ഏറ്റെടുക്കേണ്ടെന്ന മജീദിന്റെ തീരുമാനത്തിന് പിന്നിൽ. തന്നോട് ആലോചിക്കാതെ പിന്നോക്കക്ഷേമ കമ്മീഷൻ സ്ഥാനത്ത് നിയമിച്ചതിൽ പ്രതിഷേധത്തിലാണ് KPA മജീദ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഈ മാസം 4-നാണ് പിന്നോക്കക്ഷേമ കമ്മീഷൻ അംഗമായി KPA മജീദിനെ നിയമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. കമ്മീഷൻ അംഗമായി നിയമിതനായാൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ലെന്നാണ് ചട്ടം. എന്നാൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന KPA മജീദിനെ കമ്മീഷൻ അംഗമായി നിയമിച്ചതാണ് ആശ്ചര്യകരം. മജീദ് അറിയാതെയാണ് നിയമനമെന്നാണ് വിവരം. രാഷ്ട്രീയ ഭാവി അപകടത്തിലാവുമെന്ന് ഭയന്ന് KPA മജീദ് സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. ഇതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇപ്പോഴൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് മജീദ് ഒഴിയുകയും ചെയ്തു. ലഭിക്കുമെന്ന് ഉറപ്പിച്ച രാജ്യസഭാ സീറ്റ് കൈവിട്ടുപോയതിൽ വിഷമത്തിലായിരുന്നു KPA മജീദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരത്തിനില്ലെന്ന് മജീദ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചതെന്നായിരുന്നു ഇതേക്കുറിച്ച് മജീദ് വിശദീകരിച്ചത്. എന്നാൽ പാർട്ടി പ്രവർത്തനം പോലും നടത്താനാവാത്ത കമ്മീഷൻ അംഗത്വം നൽകി തന്നെ പൂർണ്ണമായി ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് KPA മജീദ് ഭയക്കുന്നു. മുസ്ലിം ലീഗിനുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയ അധികാര വടംവലികളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതാണ് കമ്മീഷൻ അംഗത്വ വിവാദം. KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.